ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ്. അപ്പൊ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞ 18-ാം തീയതി ജൂലൈ 18-ാം തീയതി ഒന്നാം ഘട്ടവും അതേപോലെ ഓഗസ്റ്റ് 1-ാം തീയതി 3, 4 എന്നീ ഘട്ടങ്ങളിലെ പരീക്ഷകൾ കഴിഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിൽ പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്, തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു പുതിയ അവസരം കൂടെയാണ് ലഭിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അതിനുള്ള അപേക്ഷകൾ അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ 10th പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ അല്ലെ. അപ്പൊ 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ എക്സാം വരെ വാലിഡിറ്റി വരുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് വളരെ ഒരു ചെറിയൊരു ഫീസിലാണ്, വെറും 999 രൂപയ്ക്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. മെന്റർഷിപ്പോട് കൂടെ ഫുൾ സിലബസിന്റെ ക്ലാസ്സുകളും PDF നോട്ടുകളും മോഡൽ പരീക്ഷകളും എല്ലാ ആഴ്ച റിവിഷൻ എക്സാംസ്, SCRT, NCRT, കറണ്ട് അഫയേഴ്സ് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇൻഫർമേഷൻ നോക്കണ്ടേ? അതായത് കഴിഞ്ഞ 2026 ജൂലൈ 18-ലെ 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ഒന്നാം ഘട്ടം 2026 ഓഗസ്റ്റ് 1-ന് നടത്തിയ 3, 4 എന്നീ ഘട്ടങ്ങളിൽ പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടക്കുന്ന പരീക്ഷകൾ, അതേപോലെ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നതിന് ഹാജരാക്കിയാലോ, അപകടം പറ്റിയിട്ടുണ്ട് എന്ന ചികിത്സയിലുള്ളവർ, സുഖബാധിതർ, അസുഖബാധിതർ എന്നിവ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിന്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാലോ, പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാലോ, പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓഗസ്റ്റ് 1-ലെ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓഗസ്റ്റ് 1-ലെ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് ഉൾപ്പെടെ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ, 2026 ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ 12 മണി വരെ നടക്കുന്ന പരീക്ഷയിൽ അവസരം ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ, തിരുവനന്തപുരം ഒഴികെയുള്ളവരാണ് അപേക്ഷ നൽകണം. തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ അപേക്ഷകൾ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകേണ്ടതാണ്. 2026 ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 7-ാം തീയതി വൈകുന്നേരം 5:15 വരെയും നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അവ നിഷ്കർഷിച്ചിട്ടുള്ളത് പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ തപാൽ, ഇമെയിൽ വഴിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ, അപ്പൊ നേരിട്ട് പോയി വേഗം അപേക്ഷ സമർപ്പിച്ചോളൂ. അപ്പൊ ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് ഇതിന്റെ PDF നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് ഇട്ട് തരാം. അപ്പൊ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു പരീക്ഷയാണ് ഇത്, LDC 2027 അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച്, ലോങ് ടേം മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 11 വർഷങ്ങളിലായിട്ട് അത്രത്തോളം റിസൾട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രംഗത്ത് നേടിയിരിക്കുന്ന PSC-യിൽ അത്രത്തോളം 10,000 കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഇവിടെ സ്വപ്ന ജോലിയായ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് LDC-യിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? വെറും 1499 രൂപയ്ക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് നമ്മുടെ കോഴ്സ് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് മെന്റർഷിപ്പോട് കൂടെയാണ്. കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ നമുക്ക് SCRT, NCRT, മോഡൽ എക്സാമും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രീമിയം പാക്കേജ് തന്നെയാണ് വെറും 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ പറയുന്ന സ്വീകാര്യമായ രേഖകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അവയ്ക്ക് ഏത് രേഖ എന്നുള്ള കാര്യം ഒന്നുകൂടെ നോക്കുന്നുണ്ട്. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ, സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ആണെങ്കിൽ 2 പരീക്ഷയുടെയും ഹാൾ ടിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയ അസുഖ വിവരം അടങ്ങിയ ചികിത്സാ രേഖ, അതായത് നമ്മുടെ OP ടിക്കറ്റ്, ഡിസ്ചാർജ് സമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലെയുള്ള എന്താണ് ആ കൃത്യമായ മാതൃകയിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ഡെലിവറി ടൈമിലുള്ള ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ചികിത്സാ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളത് നിശ്ചിത മാതൃകയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ്. ദെൻ പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ
തെളിവ് സഹിതം അപേക്ഷിച്ചാൽ അത് സ്വീകരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണമാണ് വിഷയം എന്നുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ആ ഒരു രേഖ, മരണത്തിന്റെമായി ബന്ധപ്പെട്ട രേഖ സമർപ്പിച്ചാൽ മതിയാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് പരീക്ഷ 1/8/2026 തീയതിയിൽ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം പരീക്ഷ എഴുതാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ തീയതിയിൽ പരീക്ഷയ്ക്കായി ലഭ്യമാക്കിയ അഡ്മിഷൻ ടിക്കറ്റും കൂടെ നിങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഇത് നടക്കുന്നത് നമ്മൾ ഓഗസ്റ്റ് 22-ലുള്ള പ്രിലിംസ് എക്സാമിനായിരിക്കും നിങ്ങൾക്കുള്ള അവസരം ലഭിക്കുക. ഈ വരുന്ന 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക. മാത്രമല്ല, തപാൽ മുഖാന്തരോ ഇമെയിൽ വഴിയോ ഒന്നും അപേക്ഷിക്കുകയല്ല. നിങ്ങളുടെ PSCയുടെ നിങ്ങളുടെ ജില്ലയിലുള്ള PSC ഓഫീസിൽ തന്നെ ചെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ മറക്കണ്ട, നല്ലൊരു അവസരമാണ്, പാഴാക്കി കളയരുത് കേട്ടോ. അപ്പൊ ഇതേപോലെ PSCക്ക് എക്സാം എഴുതാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ PSC നമ്മുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിരവധി ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട്. അതേപോലെ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് എത്തൂ. ഓക്കെ അല്ലേ? അപ്പൊ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.